11/3/2026 ബുധനാഴ്ച ദിവസത്തെ ഫലം. ജനിച്ച നക്ഷത്രം അഥവാ ചന്ദ്രനെയും ജനിച്ച മലയാള മാസം അഥവാ സൂര്യനെയും അടിസ്ഥാനമാക്കി. ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ജാനുവരി 10-നാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മലയാള കലണ്ടർ എടുത്തിട്ട് ജാനുവരി 10-ൻ്റെ കറസ്പോണ്ടിങ് മലയാള മാസം ഏതാണെന്ന് നോക്കിയാൽ മതി. അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ മിഥുനമോ കന്യയോ ആവുകയാണെങ്കിൽ ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്, സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും, സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, ട്രാൻസ്ഫർ ഉണ്ടാകാം, ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം. ഭരണി കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ മിഥുനമോ കന്യയോ ആവുകയാണെങ്കിൽ ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്, സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും, സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും പെട്ടെന്നുള്ള അവിചാരിതമായിട്ടുള്ള ആരോഗ്യ പ്രശ്നം, ശത്രുത, തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാതെ നോക്കണം. ഓപ്പറേഷനൊന്നും പറ്റിയ ദിവസം അല്ല. രോഹിണി മകയിരം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ മിഥുനമോ കന്യയോ ആവുകയാണെങ്കിൽ രോഹിണി മകയിരം നക്ഷത്രക്കാർക്ക് വളരെ നല്ല ദിവസമാണ്. ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തും. ഈ ഗുണം കൂടുതൽ കിട്ടുക മേടത്തിലോ മിഥുനത്തിലോ കന്നിമാസത്തിലോ ജനിച്ചവർക്കാണ്. അവർക്കാണ് സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത്. തിരുവാതിര പുണർത്തം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ മിഥുനമോ കന്യയോ ആവുകയാണെങ്കിൽ കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായി തീരുമാനമുണ്ടാകും, ആരോഗ്യപരമായിട്ട് നല്ലതാണ്, ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ള നല്ലതാണ്, മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യം മോശം, മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ. പൂയം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ മിഥുനമോ കന്യയോ ആവുകയാണെങ്കിൽ കാര്യവിജയം, ആരോഗ്യം, ഓപ്പറേഷൻ എല്ലാം പറ്റിയ ദിവസമാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ്. മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസ്സമാധാനക്കുറവ്, ടെൻഷൻ എല്ലാം കാണുന്നുണ്ട്. പക്ഷേ മേടത്തിലോ മിഥുനത്തിലോ കന്നിമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമല്ല. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പൊതുവെ മോശം ദിവസമാണ്. മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, ദാമ്പത്യ പ്രശ്നങ്ങൾ, വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ, പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നം, ശത്രുത, തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാതെ നോക്കണം. ഓപ്പറേഷനൊന്നും പറ്റിയ ദിവസമല്ല. പക്ഷേ മേടത്തിലോ മിഥുനത്തിലോ കന്നിമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമല്ല. പൂരമുത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പൊതുവെ മോശം ദിവസമാണ്. ദാമ്പത്യ പ്രശ്നങ്ങൾ, വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം. വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. പക്ഷേ മേടത്തിലോ മിഥുനത്തിലോ കന്നിമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നുമില്ല. അത്തം ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ്. കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായി തീരുമാനമുണ്ടാകും, ആരോഗ്യപരമായിട്ട് നല്ലതാണ്, ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ള നല്ലതാണ്, മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും, പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ്. അതിനുള്ള ഉത്സാഹം, തൻ്റെ ഇടയെല്ലാം കാണും, സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ്. ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക മേടത്തിലോ മിഥുനത്തിലോ കന്നിമാസത്തിലോ ജനിച്ചവർക്കാണ്. അവർക്കാണ് സൂര്യനിൽ നിന്നുകൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത്. ചോതി വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ്.
മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ല ദിവസമല്ല. പക്ഷേ മേടത്തിലോ മിഥുനത്തിലോ കന്നിമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നും അത്ര പ്രബലമല്ല. അനിഴം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ മിഥുനമോ കന്നിയാവുകയാണെങ്കിൽ കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ഗുണം ഉണ്ടാകും. അതുകൊണ്ട് വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ ദിവസമാണ്. വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ട് നല്ല ദിവസമാണ്. വിദ്യാഭ്യാസപരമായിട്ടും നല്ലതാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസ്സമാധാനക്കുറവ്, ടെൻഷൻ. കേട്ട നക്ഷത്രക്കാർക്ക് വ്യക്തിപരമായ, ആരോഗ്യപരമായ കാര്യങ്ങൾക്കെല്ലാം വളരെ നല്ല ദിവസമാണ്. എന്നാൽ മേടത്തിലോ മിഥുനത്തിലോ കന്നിമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് വ്യക്തിപരമായ, ആരോഗ്യപരമായിട്ട് നല്ലതാണ് എന്നത് മാത്രമല്ല, അവർക്ക് സൂര്യനിൽ നിന്നുകൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഉദ്ദേശിച്ച പല കാര്യങ്ങളും സാധിച്ചെന്നും വരാം. മൂലം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ മിഥുനമോ കന്നിയാവുകയാണെങ്കിൽ വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ട് നല്ലത് ദിവസമാണ്. മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ട് നല്ലതാണ്. പക്ഷേ കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം. മാതാവും സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല. പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസം അല്ല. പൂരാടം ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ്. ട്രാൻസ്ഫർ ഉണ്ടാകും, അലസത, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, പണം നഷ്ടപ്പെടുക, കളവ് പോവുക, ഇതിനെല്ലാം സാധ്യതയുണ്ട്. വേണ്ടാതെ ഇഷ്യൂ ഒന്നും കൊണ്ട് തലയിടരുത്. വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല. പക്ഷേ മേടത്തിലോ മിഥുനത്തിലോ കന്നിമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമല്ല. തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്ക് വളരെ നല്ല ദിവസമാണ്. ബിസിനസ് നല്ലതാണ്. വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ്. നല്ലൊരു ദിവസമായിട്ടാണ് ഇന്നത്തെ ഇത് കാണുന്നത്. ഈ ഗുണം കൂടുതൽ കിട്ടുക മേടത്തിലോ മിഥുനത്തിലോ കന്നിമാസത്തിലോ ജനിച്ചവർക്കാണ്. അവർക്കാണ് സൂര്യനിൽ നിന്ന് കൂടി ചിന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ വളരെ അനുകൂലമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും നടക്കാൻ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം സാധിക്കുന്ന ഒരു ദിവസമായിട്ട് ഇതിനെ കാണണം. ചതയം പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ മിഥുനമോ കന്നിയോ ആവുകയാണെങ്കിൽ ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിലും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ട് അത്ര നല്ല ദിവസം അല്ല. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പൊതുവെ മോശം ദിവസമാണ്. വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ട് മോശമാണ്. അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല. അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല. ട്രാൻസ്ഫർ ഉണ്ടാകാം. ആരെങ്കിലും പറ്റിക്കാതെ, ചതിയിൽപ്പെടാതെ, പണം നഷ്ടപ്പെട്ടു പോകാതെ, കളവ് പോകാതെ എല്ലാം സൂക്ഷിക്കണം. വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല. വേണ്ടാതെ ഇഷ്യൂലൊന്നും കൊണ്ട് തലയിടരുത്. എന്നാൽ മേടത്തിലോ മിഥുനത്തിലോ കന്നിമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമല്ല. രേവതി നക്ഷത്രക്കാർക്കും പൊതുവെ മോശം ദിവസമാണ്. അലസത, ട്രാൻസ്ഫർ ഉണ്ട്, ആരെങ്കിലും ട്രാൻസ്ഫർ പോലുള്ള പ്രയാസം, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, അപവാദങ്ങൾ കേൾക്കുക, പണം നഷ്ടപ്പെട്ടു പോവുക, കളവ് പോവുക, വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല. വേണ്ടാത്ത പ്രശ്നത്തിലൊന്നും തലയിടരുത്. വ്യക്തിപരമായ, ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ല ദിവസമല്ല. എന്നാൽ മേടത്തിലോ മിഥുനത്തിലോ കന്നിമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ
അവരെ സംബന്ധിച്ചിടത്തോളം സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ദോഷങ്ങളൊന്നും അത്ര പ്രബലമല്ല, അല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന ദോഷമൊന്നും അത്ര കാണില്ല. ഇതാണ് 11/3/2026 ബുധനാഴ്ച ദിവസത്തെ ഫലം.